ഇന്ന് നമ്മൾ ഇന്ത്യൻ നദികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള പൊതുവായിട്ട് പഠിക്കേണ്ട ചില ബേസായ കാര്യങ്ങളാണ് ആദ്യം പഠിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഓരോ നദികളെയും വിശദീകരിച്ചിട്ട് പഠിക്കാം. അപ്പൊ ഇന്ത്യൻ നദികളെ പ്രധാനമായി രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഹിമാലയൻ നദികൾ, രണ്ട് ഉപദ്വീപീയ നദികൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി സിന്ധു ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ്. ഇന്ത്യയുടെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് ഗംഗയാണ്. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ 4-നാണ്. ഗംഗാനദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഗ്ലേസിയറിൽ നിന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഗംഗാനദി. ഫറാക്ക അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഗംഗാനദിയിലാണ്. ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്നാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഭഗീരഥി, അളകനന്ദ എന്നിവ കൂടിച്ചേർന്നാണ് ഗംഗാനദിയായി മാറുന്നത്. ഇവ ഗംഗാനദിയായി മാറുന്നത് ദേവപ്രയാഗിൽ വെച്ചാണ്. ഗംഗയും യമുനയും ഭൂമിക്കടിയിലൂടെ സരസ്വതിയും സംഗമിക്കുന്നതാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. ഇത് ഉത്തർപ്രദേശിലെ അലഹബാദിൽ വെച്ചിട്ടാണ് ഈ സംഗമം നടക്കുന്നത്. ഗംഗ സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത് യുപിയിലെ ഋഷികേശിൽ വെച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഴിമുഖ പ്രദേശമാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷമാണ് 1986. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ലഡാക്ക്. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ്. ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്ന പേരിലാണ്. ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ഡിഹാങ് എന്ന പേരിലാണ്. യമുനയുടെ ഉത്ഭവം യമുനോത്രി ഗ്ലേസിയറിൽ വെച്ചാണ്. യമുനയുടെ മറ്റൊരു പേരാണ് കാളിന്തി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ ഇന്ത്യൻ നദിയാണ് നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദിയുടെ ഉത്ഭവം അമർകണ്ടക് കുന്നുകളിൽ നിന്നാണ്. അമർകണ്ടക് കുന്ന് മധ്യപ്രദേശിലാണ്. അടുത്ത പോയിന്റ്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയും ഗോദാവരി തന്നെയാണ്. കൃഷ്ണയുടെ പ്രധാനപ്പെട്ട കൈവഴിയാണ് തുംഗഭദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രമാണ്. ഇത് കാവേരി നദിയിലാണ്. 1902-ലാണ് നിർമ്മിച്ചത്. കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ഝലം നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. ജോഗ് വെള്ളച്ചാട്ടത്തിന്റെ പുതിയ പേരാണ് ജെർസപ്പോ വെള്ളച്ചാട്ടം. ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദിയാണ് കൃഷ്ണ. കൃഷ്ണ നദിയുടെ ഉത്ഭവം മഹാബലേശ്വർ കുന്നുകളാണ്, മഹാരാഷ്ട്രയിൽ. മംഗലാപുരത്തുകൂടി ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് നേത്രാവതി. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. സിക്കിമിന്റെ ജീവരേഖയാണ് ടീസ്റ്റ. ഗോവയുടെ ജീവരേഖയാണ് മണ്ഡോവി. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഷിയോനാഥ് നദിയാണ്, ഛത്തീസ്ഗഡിലെ. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. കാവേരി നദിയുടെ ഉത്ഭവം കർണാടകയിലെ കൂർഗ് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. സിയാച്ചിൻ ഗ്ലേസിയറിലൂടെ ഒഴുകുന്ന നദിയാണ് നൂബ്ര. മണ്ഡോവി, സുവാരി നദികൾ ഒഴുകുന്നത് ഗോവയിലൂടെയാണ്. ഇന്ത്യ, നേപ്പാൾ എന്നീ അതിർത്തികളിലൂടെ ഒഴുകുന്ന നദിയാണ് മഹാകാളി നദി. പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് സിന്ധു. സലാൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചിനാബ്. ചിനാബ് ജമ്മു കാശ്മീരിലൂടെയാണ്. ബുദ്ധന് ബോധോദയം ലഭിച്ച ബോധ്ഗയയിലൂടെ ഒഴുകുന്ന നദിയാണ് നിരഞ്ജന. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദാ നദിക്കു കുറുകെയാണ്. ഉജ്ജയിനിലൂടെ ഒഴുകുന്ന നദിയാണ് ക്ഷിപ്ര. മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ നദിയാണ് കോസി നദി. ഇനി നമുക്ക് നദികളുമായി ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും മാറിപ്പോകുന്ന കുറച്ച് പോയിന്റുകൾ നോക്കാം. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി. അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദി. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന നദിയും സംസ്ഥാനവും നോക്കാം. ശിവസമുദ്രം പ്രൊജക്ട് കാവേരി നദിയിലാണ്, കർണാടക സ്റ്റേറ്റിലാണ്. മേട്ടൂർ പ്രൊജക്ട് കാവേരി നദിയിലാണ്, തമിഴ്നാട്ടിലാണ്.
ശ്രീശൈലം പ്രൊജക്ട് കൃഷ്ണ നദിയിലാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത്. നിസാം സാഗർ മഞ്ചീര നദിയിലാണ് തെലുങ്കാനയില്. ശരാവതി പ്രൊജക്ട് ശരാവതി നദിയിലാണ് കർണാടകയില്. കൊയ്ന പ്രൊജക്ട് കൊയ്ന നദിയിലാണ് മഹാരാഷ്ട്രയില്. റിഹാൻഡ് പ്രൊജക്ട് റിഹാന്ദ് നദിയിലാണ് ഉത്തർപ്രദേശിലാണ്. അതുപോലെ ഇനി പ്രധാനപ്പെട്ട ഇന്ത്യൻ നദീതീര പട്ടണങ്ങളും അത് ഏത് നദീതീരത്താണെന്നും നോക്കാം. ശ്രീനഗർ ചലം നദീ തീരത്താണ്. ഋഷികേശ് ഗംഗാ നദീ തീരത്താണ്. വാരണാസി ഗംഗാ നദീ തീരത്താണ്. പാട്ന ഗംഗാ നദീ തീരത്താണ്. ലുധിയാന സത്ലജ് നദീ തീരത്താണ്. ഡൽഹി യമുന നദീ തീരത്താണ്. മധുര യമുന നദീ തീരത്താണ്. ആഗ്ര യമുന നദീ തീരത്താണ്. കൊൽക്കത്ത ഹൂഗ്ലി നദീ തീരത്താണ്. ഗുവാഹത്തി ബ്രഹ്മപുത്ര നദീ തീരത്താണ്. ലക്നൗ ഗോമതി തീരത്താണ്. അയോധ്യ സരയു നദീ തീരത്താണ്. സൂററ്റ് താപ്തി നദീ തീരത്താണ്. ജബൽപൂർ നർമ്മദ നദീ തീരത്താണ്. ഗാന്ധിനഗർ സബർമതി തീരത്താണ്. അഹമ്മദാബാദ് സബർമതി തീരത്താണ്. ജാംഷഡ്പൂർ സുവർണരേഖ തീരത്താണ്. കട്ടക്ക് മഹാനദി തീരത്താണ്. ഹൈദരാബാദ് മുസി നദീ തീരത്താണ്. വിജയവാഡ കൃഷ്ണ നദീ തീരത്താണ്. നാസിക് ഗോദാവരി തീരത്താണ്. പനാജി മണ്ഡോവി നദീ തീരത്താണ്. മൈസൂർ കാവേരി നദീ തീരത്താണ്. തഞ്ചാവൂർ കാവേരി നദീ തീരത്താണ്. കുംഭകോണം കാവേരി നദീ തീരത്താണ്. ഉജ്ജയിനി ക്ഷിപ്ര നദീ തീരത്താണ്. മധുര വൈഗാ നദീ തീരത്താണ്. ചെന്നൈ അടയാർ തീരത്താണ്. ഇനി നമുക്ക് ഓരോ നദികളെക്കുറിച്ചും വിശദീകരിച്ച് പഠിക്കാം. ഇപ്പൊ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതിൽ സിന്ധു നദിയെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി. സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവറിന് അടുത്തുള്ള ബോഗാർചു ഗ്ലേസിയറിൽ നിന്നാണ്. സിന്ധു നദിയുടെ ആകെ നീളം 3200 കിലോമീറ്റർ ആണ്. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 709 കിലോമീറ്റർ ആണ്. സിന്ധു നദിയുടെ ഉത്ഭവം കണ്ടുപിടിച്ച സ്വീഡിഷ് പര്യവേഷകനാണ് സ്വെൻ ഹെഡ്ഡിൻ. സിന്ധു എന്ന സംസ്കൃത പദത്തിനർത്ഥം സമുദ്രം അല്ലെങ്കിൽ നദി എന്നാണ്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയാണ് സിന്ധു. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയാണ് സിന്ധു. പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാമാണ് ടർബേല ഡാം. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് കാശ്മീരിലെ നംഗ പർവ്വതത്തിനടുത്ത് വെച്ചാണ്. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സിന്ധു നദീതീരം. പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. സിന്ധുവിന്റെ പോഷക നദികളാണ് പഞ്ചനദികൾ എന്നറിയപ്പെടുന്നത്. ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നാണ് സിന്ധുവിന്റെ പോഷക നദികൾ. ഇന്ത്യയിൽ സിന്ധു നദി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് ലഡാക്ക്. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ് ലേ. ഇത്രയുമാണ് സിന്ധു നദിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ചുകൂടി പോയിന്റുകൾ നോക്കാം. സിന്ധു, സരസ്വതി, ഝലം, ബിയാസ്, ചിനാബ്, സത്ലജ്, രവി എന്നിവ ചേർന്ന് അറിയപ്പെടുന്ന പേരാണ് സപ്തസിന്ധു. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന 7 പുണ്യനദികളാണ് സപ്തസിന്ധു. ഈ സപ്തസിന്ധുക്കളാണ് സിന്ധു നദി, സരസ്വതി, ബിയാസ്, രവി, സത്ലജ്, ഝലം, ചിനാബ്. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ചാണ്. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച വ്യക്തികളാണ് ജവഹർലാൽ നെഹ്റു, അതുപോലെ മുഹമ്മദ് അയ്യൂബ് ഖാന്. സിന്ധു നദീജല കരാർ മധ്യസ്ഥ വഹിച്ചത് ലോക ബാങ്കാണ്. സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് ഏതൊക്കെ നദിയിലെ ജലത്തിനാണ് അവകാശമുള്ളതെന്ന് ചോദിച്ചാൽ സത്ലജ്, ബിയാസ്, രവി. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാൻ ഏതൊക്കെ നദിയിലെ ജലത്തിനാണ് അവകാശമുള്ളത്? സിന്ധു, ഝലം, ചിനാബ് നദിയില്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദിയാണ് സിന്ധു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയും സിന്ധു ആണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു ആണ്. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഇനി നമ്മൾ സിന്ധുവിന്റെ പോഷക നദികളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. ബിയാസിന്റെ ഉത്ഭവസ്ഥാനം റോഹ്താങ് ചുരത്തിൽ നിന്നാണ്. വേദങ്ങളിൽ അർജി കുജ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദിയാണ് ബിയാസ്. കാംഗ്ര, കുളു, മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ്. രവി ബിയാസ് നദീജല ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷമാണ് 1986. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ബിയാസ് നദി. അടുത്തത് സത്ലജ് നദിയാണ്.
ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിന്റെ ഏക പോഷക നദിയാണ് സത്ലജ്. ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദിയാണ് സത്ലജ് നദി. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ് നദി. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദിയാണ് സത്ലജ് നദി. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി ഒഴുകുന്ന നദിയാണ് സത്ലജ് നദി. സത്ലജിനെ യമുന നദിയുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പദ്ധതിയാണ് സത്ലജ് യമുന എയ്റ്റ്ലിങ്ക് കനാൽ. ഗ്രീക്ക് പുരാണങ്ങളിൽ ഹൈഫാസിസ് എന്നറിയപ്പെടുന്ന നദിയാണ് ബിയാസ് നദി. ഗ്രീക്ക് പുരാണങ്ങളിൽ ഹെസിഡ്രോസ് എന്നറിയപ്പെടുന്ന നദിയാണ് സത്ലജ് നദി. അടുത്ത ചിനാബ് നദിയെ കുറിച്ചാണ് പറയുന്നത്. ചാന്ദ്ര, ബാഗ എന്നീ നദികൾ യോജിച്ച് രൂപം കൊള്ളുന്ന നദിയാണ് ചിനാബ് നദി. ദുൽഹസ്തി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ചിനാബ് നദിയാണ്. ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡാമാണ് ബഗ്ലിഹാർ ഡാം. ജമ്മു കാശ്മീരിലാണിത്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. അടുത്ത രവി നദി. രവി നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാചൽ പ്രദേശിലെ കുളു മലനിരകളിൽ നിന്നാണ്. തെയിൻ ഡാം അല്ലെങ്കിൽ രഞ്ജിത്ത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി നദിയിലാണ്. ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് രവി നദിയാണ്. നൂർജഹാന്റെയും ജഹാംഗീറിന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് രവി നദി. സിന്ധു നദീതട സംസ്കാരത്തിന്റെ കേന്ദ്രമായ ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരമാണ് രവി നദി. അടുത്ത ഝലം നദിയെ കുറിച്ചാണ് പറയുന്നത്. കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ഝലം നദി. ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഝലം നദി. ജമ്മു കാശ്മീരിലെ ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഝലം നദി. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ഝലം നദി. മഹാനായ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിലുള്ള ചരിത്രപ്രസിദ്ധമായ യുദ്ധം നടന്ന നദീതീരമാണ് ഝലം നദി. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഝലം നദി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗംഗാ നദിയെ കുറിച്ചാണ്. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4-നാണ്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ പ്രസിദ്ധമായ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ്. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 5 നദികളാണ് ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളിഗംഗ, പിണ്ടാർ. അളകനന്ദ ഉത്ഭവിക്കുന്നത് അളകാപുരിയിൽ നിന്നാണ്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേര് ഭഗീരഥി എന്നാണ്. ഭഗീരഥിയും അളകനന്ദയും സംഗമിച്ച ശേഷം എവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ ദേവപ്രയാഗിൽ നിന്നാണ്. ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഗംഗ. വരുണ, അസി എന്നീ 2 പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലമാണ് വാരണാസി. ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ. ഗംഗയും പോഷക നദികളും ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ, രാജസ്ഥാന്, പശ്ചിമ ബംഗാൾ. ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 1450 കിലോമീറ്റർ ആണ് ഒഴുകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് ഗംഗാ ഡെൽറ്റ, അതായത് ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്നും പറയപ്പെടുന്നു. ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് അലഹബാദിൽ വെച്ചാണ്. സരസ്വതി, ഗംഗ, യമുന ഇവ 3 കൂടിച്ചേരുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ത്രിവേണി സംഗമം. യമുനയുടെ ഉത്ഭവസ്ഥാനമാണ് യമുനോത്രി. യമുനയുടെ നീളം 1376 കിലോമീറ്റർ ആണ്. യമുനയുടെ പോഷക നദികളാണ് ചമ്പൽ, ബത്വ, കെൻ, സോൺസ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് യമുന. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് ഹിമാലയൻ നദിയിൽ ചേരുന്ന പോഷക നദികളാണ് ചമ്പൽ, ബത്വ, കെൻ, സോൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ. 2510 കിലോമീറ്റർ ആണ്. ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ. 2510 കിലോമീറ്റർ ആണ്. ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് അമരാവതി. കേദാർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് മന്ദാകിനി. ബദരീനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് അളകനന്ദ. 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടക്കുന്ന സ്ഥലമാണ് ത്രിവേണി സംഗമം അലഹബാദില്. കുംഭമേള ആഘോഷിക്കുന്ന സ്ഥലങ്ങളാണ് ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. എത്ര വർഷം കൂടുമ്പോഴാണ് അർദ്ധ കുംഭമേള ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ 6 വർഷം കൂടുമ്പോഴാണ് അർദ്ധ കുംഭമേള ആഘോഷിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് ഹിമാലയൻ നദിയിൽ ചേരുന്ന പോഷക നദികളാണ് ചമ്പൽ, ബത്വ, കെൻ, സോൺ.
പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് ഹൂഗ്ലി. ചെലാങ് നദിയുമായി ചേർന്ന ശേഷം ഭഗീരഥി അറിയപ്പെടുന്നത് ഹൂഗ്ലി എന്നാണ്. ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ നദി. വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു, ഹൗറ എന്നീ പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഹൂഗ്ലി നദിക്കു കുറുകെയാണ്. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദിയാണ് യമുന. അമർകണ്ടക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് സോൺ. പാടലീപുത്രം ഏത് നദിക്കരയിലാണ് എന്ന് ചോദിച്ചാൽ പാടലീപുത്രം ഏത് നദിക്കരയിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്? സോൺ നദിക്കരയിലാണ്. ഗംഗാ നദിയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് നമാമി ഗംഗ. കേന്ദ്ര ഗവൺമെന്റ് പുതുതായി ആരംഭിച്ച റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗ റെജുവനൈസേഷൻ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന കേന്ദ്രമന്ത്രിയാണ് ഉമാ ഭാരതി. നമാമി ഗംഗ പദ്ധതി പ്രകാരം ഉത്തർപ്രദേശിലെ 5 ഗ്രാമങ്ങളെ ദത്തെടുത്ത ഇന്ത്യയിലെ IIT ആണ് IIT കാൺപൂർ. ഗംഗയുടെ തെക്ക് നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുതാണ് സോൺ. സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹാന്ത്. ഗോവിന്ദ് പല്ലവ് ബന്ദ് സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് റിഹാന്ത് നദിയിലാണ്. ചമ്പലിന്റെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ക്ഷിപ്ര. പാറ്റിനെക്കടുത്ത് വെച്ച് ഗംഗയിൽ പതിക്കുന്ന നദിയാണ് കോസി നദി. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദിയാണ് കോസി നദി. രാമായണത്തിൽ തമസ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ടോൺസ് നദി. രാമായണത്തിൽ സരയു എന്ന പേരിൽ പരാമർശിക്കുന്ന നദിയാണ് ഗാഗ്ര. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതിയാണ് കോസി പദ്ധതി. കെൻ സോൺ എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം കെയ്മൂർ മലനിരകൾ മധ്യപ്രദേശാണ്. ഗാഗ്ര നദിയുടെ ഉത്ഭവസ്ഥാനം മാനസ സരോവർ തടാകം ടിബറ്റ്. ഗംഗക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ച പ്രസിദ്ധമായ അണക്കെട്ടാണ് ഫറാക്ക ബാരേജ്. 1986 ഇത് നിർമ്മിച്ചത്. ഗംഗാ നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലമാണ് മഹാത്മാഗാന്ധി സേതു പാലയം. പാറ്റ്നയിലാണിത്. 5575 മീറ്ററാണ് ഇതിന്റെ നീളം. ഗംഗക്ക് കുറുകെ ഋഷികേശിലുള്ള പ്രസിദ്ധമായ 2 തൂക്കുപാലങ്ങളാണ് രാംചൂലയും ലക്ഷ്മൺ ചൂലയും. പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ കൈവഴിയാണ് ഭഗീരഥി. കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് രാംഗംഗ. ബംഗ്ലാദേശിൽ വെച്ച് ഗംഗാ നദിയുമായി ചേരുന്ന നദിയാണ് ജമുന, മേഘ്ന. അടുത്ത ഗന്ദകി എന്താണെന്ന് നോക്കാം. തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദിയാണ് ഗന്ദകി. ഇന്ത്യയിൽ ഗന്ദകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് വാൽമീകി ദേശീയോദ്യാനം. അടുത്ത ഗംഗാ ഡോൾഫിനെ കുറിച്ചാണ് പറയുന്നത്. ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗമാണ് ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ഇനി നമ്മൾ പറഞ്ഞു ത്രിവേണി സംഗമം. അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭഗീരഥിയും അളകനന്ദയും ചേർന്ന് സംഗമിക്കുന്നത് ദേവപ്രയാഗിലാണ്. ഗംഗയും യമുനയും സരസ്വതിയും സംഗമിക്കുന്നത് പ്രയാഗിലാണ്. അതാണ് നമ്മൾ ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. അളകനന്ദയും മന്ദാകിനിയും സംഗമിക്കുന്നത് രുദ്രപ്രയാഗിലാണ്. അളകനന്ദയും പിണ്ടാറും സംഗമിക്കുന്നത് കർണപ്രയാഗിലാണ്. അളകനന്ദയും ധൗളിഗംഗയും സംഗമിക്കുന്നത് വിഷ്ണുപ്രയാഗിലാണ്. ഗംഗാജലസന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും ബംഗ്ലാദേശും 1996. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. മഹാകാളി സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും നേപ്പാളും 1996. ബംഗ്ലാദേശിലെ ചാന്ദ്പൂർ ജില്ലയിൽ വെച്ച് പത്മ നദി ചേരുന്ന നദിയാണ് മേഘ്ന. ഗംഗയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലിലാണ്. ഗംഗയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ഗംഗാസാഗർ ദ്വീപ്. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷമാണ് 1986. ഗംഗ ആക്ഷൻ പ്ലാൻ ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. ഭാരതത്തിന്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദിയാണ് ഗംഗ. നമ്മൾ പറയുന്നത് ബ്രഹ്മപുത്രയെ കുറിച്ചാണ്. ബ്രഹ്മപുത്രയുടെ ഉത്ഭവം ചെമയുങ്തുങ് ഹിമാനി മാനസ സരോവർ തടാകത്തിന് സമീപത്ത് വെച്ചാണ്. ബ്രഹ്മപുത്രയുടെ ആകെ നീളം 2900 കിലോമീറ്റർ ആണ്. ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 729 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദിയാണ് ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത് ആസാമിലെ ബ്രഹ്മപുത്ര നദിയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് സുന്ദർബൻസ്. ഹിമാലയൻ നദികളിൽ പുരുഷന്റെ പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര.
ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ബ്രഹ്മപുത്ര നദി ഏത് പർവ്വതത്തെ ചുറ്റിയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? നമ്മജ ബർബ. ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് കാമോങ്, ധനുശ്രീ, ടീസ്റ്റ, ലുഹിത്, ദിബാങ്, മാനസ്, സുബിൻസരി. ബ്രഹ്മപുത്ര ഒഴുകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, ടിബറ്റ്, ബംഗ്ലാദേശ്. ബ്രഹ്മപുത്രയുടെ പതന സ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻസ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏതൊക്കെ നദികൾ ചേർന്നാണ്? ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്നാണ്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ഡിഹാങ് അല്ലെങ്കിൽ സിയാങ് ആണ്. ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേര് സാങ്പോ എന്നാണ്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ജമുന എന്നാണ്. ബ്രഹ്മപുത്ര ആസാമിൽ പ്രവേശിക്കുമ്പോൾ അറിയപ്പെടുന്ന പേര് ദിബാങ് എന്നാണ്. അടുത്തതിനി നോക്കുന്നത് ഉപദ്വീപീയ നദികളെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഉപദ്വീപീയ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത് മൺസൂൺ മഴകളിൽ നിന്നാണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ് നർമ്മദ, താപ്തി, സബർമതി, മാഹി, ലൂണി. ദൂദ്സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് മണ്ഡോവി നദി. മണ്ഡോവി നദി ഗോവയിലാണ്. ഇനി നമുക്ക് നർമ്മദ നദിയെ കുറിച്ച് നോക്കാം. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. 1312 കിലോമീറ്റർ ആണ്. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം അമർകണ്ടകാണ്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് നർമ്മദ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന നദിയാണ് നർമ്മദ. പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. നർമ്മദ ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. പ്രധാന പോഷക നദികളാണ് ഷേർ, താവ, ഹിരൺ. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി നർമ്മദയാണ്. ഡക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയും നർമ്മദയാണ്. സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്ന നദി നർമ്മദയാണ്. സൗരാഷ്ട്ര മേഖലയെ വരൾച്ച തടയുന്നതിനായി നർമ്മദ നദിയിലെ വെള്ളം ഉപയോഗിച്ച് ആരംഭിക്കുന്ന വൻ ജലസേചന പദ്ധതിയാണ് സൗരാഷ്ട്ര നർമ്മദ അവതരൺ ഫോർ ഇറിഗേഷൻ പദ്ധതി. സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ. സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് മേധ പട്കറാണ്. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് നർമ്മദ. ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയ നദീതീരമാണ് നർമ്മദ. ദേശീയ കുടിവെള്ള പദ്ധതി ആരംഭിച്ച വർഷമാണ് 1991. നർമ്മദാ നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പട്ടണമാണ് ജബൽപൂർ. നർമ്മദാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഇന്ദിരാസാഗർ, സർദാർ സരോവർ, ദാംകരേശ്വർ. ഇനി നമ്മൾ നോക്കുന്നത് താപ്തി നദിയെക്കുറിച്ച്. ഉപദ്വീപീയൻ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി, രണ്ടാമത്തെ നദിയാണ് താപ്തി. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദിയാണ് താപ്തി. ഗോദാവരി, നർമ്മദ എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി. താപ്തിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നഗരമാണ് സൂററ്റ്. പ്രധാന പോഷക നദികളാണ് സുഗി, അരുണാവതി, ഗിർന. പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ് കാഗ്രപ്പാറ, ഉത്കായ്. ഇനി നമ്മൾ പറയുന്നത് പ്രാചീന നാമങ്ങളും നദികളുമാണ്. സെലം നദിയുടെ പ്രാചീന നാമമാണ് വിദാസ്ത. ചിനാബ്, അസ്കിനി, രവി, പരുഷ്ണി, ബിയാസ്, വിഭാസ, സത്ലജ്, ശതദ്രു. ബ്രഹ്മപുത്ര, ലൗഹിത്യ. യമുന, കാളിന്തി. നർമ്മദ, രേവ. പമ്പ, ബാരിസ്. പെരിയാർ, ചൂർണി. ഭാരതപ്പുഴ, നീള. താപ്തി നദിയുടെ പതനസ്ഥാനം അറബിക്കടലിലാണ്. ആരവല്ലി പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കമ്പത്ത് ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് സബർമതി നദി. ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇനി അതിൽ മഹാനദിയെ കുറിച്ചാണ് പറയുന്നത്. ഒറീസയിലെ പ്രധാനപ്പെട്ട നദിയാണ് മഹാനദി. പാരദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദീമുഖമാണ് മഹാനദി. മഹാനദിയുടെ നീളം 858 കിലോമീറ്റർ ആണ്. മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്, ടെല്ല്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ്. ഛത്തീസ്ഗഡിലാണ് ഷിയോനാഥ്. 1998 ഷിയോനാഥിന്റെ ജലത്തിന്റെ ഉടമസ്ഥാവകാശം നേടിയെടുത്ത വ്യവസായിയാണ് കൈലാസ് സോണി. ഇനി ഗോദാവരി നദിയെക്കുറിച്ചാണ് നോക്കുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. 1465 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി.
ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദിയാണ് ഗോദാവരി. ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് മഞ്ചീര, പെൻഗംഗ, വർധ, ഇന്ദ്രാവതി. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം. ഗോദാവരി, പ്രാണഹിത, പെൻഗംഗ എന്നീ നദികളിലെ ജലസേചന പദ്ധതിക്കായി അണക്കെട്ട് നിർമ്മിക്കാൻ കരാറിൽ ഏർപ്പെട്ട സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും തെലുങ്കാനയും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൃഷ്ണ നദിയെ കുറിച്ചാണ്. ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള നദിയാണ് കൃഷ്ണ. കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദിയാണ് ഭീമ, തുംഗഭദ്ര. മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തീരമാണ് കൃഷ്ണ. ഇന്ത്യയിലെ ആദ്യ നദീജല സംയോജന പദ്ധതിയായ ഗോദാവരി കൃഷ്ണ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കൃഷ്ണ. ഇനി പറയാൻ പോകുന്നത് കാവേരി നദിയെക്കുറിച്ചാണ്. കാവേരി നദിയുടെ പ്രധാന പോഷക നദികളാണ് കബനി, അമരാവതി. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ശിവസമുദ്രവും ഹൊഗനക്കലും. ശ്രീരംഗപട്ടണം, ശിവസമുദ്രം എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി കാവേരിയാണ്. കാവേരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന സ്ഥലമാണ് പൂമ്പുഹാർ, തമിഴ്നാട്ടിലാണിത്. കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടിന്റെ ഇപ്പോഴത്തെ പേരാണ് ഗ്രാൻഡ് അണക്കെട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം, 1902. കാവേരി നദീജല തർക്കം പരിഹരിക്കാനുള്ള കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ നിലവിൽ വന്നത് 1990. ഇനി പ്രധാനപ്പെട്ട 2 പോയിന്റാണ്. പാക്കടലിടുക്കിൽ ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നദിയാണ് വൈഗ. മാന്നാർ ഉൾക്കടലിൽ ഒഴുകിയെത്തുന്ന ഇന്ത്യയിലെ നദിയാണ് താമ്രഭരണി. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി. അജ്മീറിനടുത്ത് ഉത്ഭവിച്ച് തെക്കോട്ടൊഴുകി ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ അപ്രത്യക്ഷമാവുന്ന നദിയാണ് ലൂണി നദി. ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം ആരവല്ലി നിരകളിലെ പുഷ്കർ താഴ്വരയിൽ നിന്നാണ്. ലൂണി നദിയുടെ നീളം 530 കിലോമീറ്റർ ആണ്. പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ലൂണി നദി. ലൂണി നദിയുടെ പ്രധാന പോഷക നദികളാണ് സുക്രി, ജോവ, ജോജരി. ലൂണി നദിയുടെ മറ്റൊരു പേരാണ് സാൾട്ട് റിവർ അല്ലെങ്കിൽ ലവണവാരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയാണ് ലൂണി നദി. ലൂണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് സാഗർമതി എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ശരാവതി. ശരാവതി നദിയുടെ ഉത്ഭവസ്ഥാനം ഷിമോഗ. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ജൻജാവതി, ആന്ധ്രാപ്രദേശിലാണ്. ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബുദ്ധഗയയിലൂടെ ഒഴുകുന്ന നദിയാണ് നിരഞ്ജന നദി. ഇനി നമുക്ക് മാറിപ്പോകുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയ പോയിന്റുകൾ കൂടി നോക്കാം. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദിയാണ് ഗാഗർ. സുവാരി നദി ഒഴുകുന്ന സംസ്ഥാനമാണ് ഗോവ. മംഗലാപുരത്തു കൂടി ഒഴുകുന്ന നദിയാണ് നേത്രാവതി. മിതി അഥവാ മാഹി നദി ഒഴുകുന്ന സംസ്ഥാനമാണ് മുംബൈ. കൂവം, അടയാർ എന്നീ നദികൾ ഒഴുകുന്ന സ്ഥലമാണ് ചെന്നൈ. ഈ നദികളും അവയുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളവുമാണ് പറയുന്നത്. ഗംഗാ നദി 2510 കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ നീളം. ഗോദാവരി 1465 കിലോമീറ്റർ, കൃഷ്ണ നദി 1400 കിലോമീറ്റർ, യമുന നദി 1376 കിലോമീറ്റർ, നർമ്മദ 1312 കിലോമീറ്റർ. ഇനി നദീജല തർക്കങ്ങൾ നോക്കാം. അൽമാട്ടി ഡാം ആന്ധ്രാപ്രദേശും കർണാടകയും തമ്മിലാണ് തർക്കം. കാവേരി നദീജല തർക്കം തമിഴ്നാട്, കർണാടകം, കേരളം. മുല്ലപ്പെരിയാർ നദീജല തർക്കം കേരളവും തമിഴ്നാടും. ബഗ്ലിഹാർ അണക്കെട്ട് ഇന്ത്യയും പാകിസ്ഥാനും. കിഷൻഗംഗ അണക്കെട്ട് ഇന്ത്യയും പാകിസ്ഥാനും. ഇനി അടുത്ത് സിന്ധു നദികളുടെ ഉത്ഭവവും പതനവുമാണ് നോക്കുന്നത്. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ്, പതിക്കുന്നത് അറബിക്കടലിലെ. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രിയിൽ നിന്ന്, പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലെ. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ചെമങ്കും ഗ്ലേസിയർ, പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലില്. നർമ്മദ നദി അമർകണ്ഡ് കുന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അറബിക്കടലിൽ പതിക്കുന്നു. അടുത്തത് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നദികള്, അവയുടെ നീളം, അവയുടെ ഉത്ഭവസ്ഥാനം, പ്രധാന പോഷക നദികള്, അവ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങള്, അവ പതിക്കുന്ന സമുദ്രം. അപ്പൊ ഇത് ഞാനൊന്ന് ഇവിടെ ഒരു വീഡിയോ എടുത്തിടാം. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓരോ നദി അതിന്റെ പ്രത്യേകത, അത് അതിന്റെ ഉത്ഭവം, അത് പതിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഞാൻ ഒന്നിച്ച് വായിച്ചു പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പോസ് ചെയ്തിട്ട് നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി വെക്കണം കേട്ടോ.
അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു സിന്ധുവിൻ്റെത്, അതേപോലെ ഗംഗയുടേത്, പിന്നെ ബ്രഹ്മപുത്രയുടേത്, മഹാനദീൻ്റെത്, അതുപോലെ തന്നെ ഗോദാവരിയുടേത്, പിന്നെ കൃഷ്ണ നദിയുടേത്, കാവേരി നദിയുടേത്, നർമ്മദ നദിയുടേത്, താപ്തി നദിയുടേത്, ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അപ്പം അതിൻ്റെ പോഷക നദികളും ഈ നദികളുടെ തന്നെ പോഷക നദികളും അവയുടെ നീളവും അവ പതിക്കുന്നതും അവ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്, ഇതൊക്കെ തന്നെയാണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒറ്റ ടേബിളിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നല്ലൊരു ടേബിളാണ്, നമുക്ക് ഒന്നിച്ച് പഠിക്കാൻ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നദികൾ എന്ന ടോപ്പിക്കിൽ നിന്നും വരുന്നത്. പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ.